ക്രിസ്മസ് സീരീസിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ബീട്രൂട്ട് വൈൻ ആണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബീട്രൂട്ട് വൈൻ വെറും 5 ദിവസം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഒരു ടിപ്സ് പറയാനുള്ളത് ഞാൻ ആദ്യം തന്നെ പറയാം. വൈൻ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന യാതൊരു പാത്രങ്ങളിലും തന്നെ ജലാംശം ഒട്ടും തന്നെ ഉണ്ടായിരിക്കാൻ പാടില്ല. നമ്മൾ വെയിലത്ത് വെച്ച് കഴുകി ഉണക്കിയെടുത്ത പാത്രങ്ങൾ മാത്രമേ നമ്മൾ വൈൻ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാവുള്ളൂ. ഒരു 2 ബീട്രൂട്ട് ഏകദേശം ഒരു 1/2 കിലോ വരും. തൊലി കളഞ്ഞ് ചെത്തിയെടുത്ത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. അത് നിമന്ന് കിടക്കാനുള്ള വെള്ളമാണ് കണക്ക്. ഇപ്പം ഞാൻ 1/2 കിലോ ബീട്രൂട്ടിനായിട്ട് ഒരു 750 ml വെള്ളം വരെ ഒഴിച്ചു കൊടുത്തു. പിന്നെ പഞ്ചസാര എന്ന് പറയുന്നത് ഒരു 350 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുക. കാരണം ഓൾറെഡി ബീട്രൂട്ടിൽ കുറച്ച് മധുരം ഉള്ളതാണ്. പിന്നെ അല്പം ഒരു കഷ്ണം ഇഞ്ചി കുത്തിച്ചതച്ചിട്ട് കൊടുക്കുക. ഒരു 3-4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം മീഡിയം സൈസ് പട്ട ഉടച്ചിട്ട് കൊടുക്കുക. ഒരു 2-3 ഏലയ്ക്ക ചതച്ചതോ മുഴുവനെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചിറക്കിയതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം അത് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു കൈ ഗോതമ്പ് ഇട്ട് കൊടുക്കുക. ഗോതമ്പ് നമ്മുടെ വൈനെ ഭയങ്കര സ്ട്രോങ് ആക്കാനുള്ള ഒരു പവറുണ്ട് ഗോതമ്പിന്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാത്രം അടച്ച് സൂര്യപ്രകാശം ഒട്ടും കിടക്കാത്ത ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക. നമ്മൾ ഇന്ന് ഏത് സമയത്താണോ വൈൻ ഇളക്കി ആ പാത്രം അവിടെ വെച്ചത്, നാളെ അതേ സമയമാകുമ്പോൾ എടുത്ത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ശ്രദ്ധിക്കണം, നമ്മൾ ഇളക്കാനെടുക്കുന്ന ആ തവിയിലോ ഒന്നും അല്പം പോലും ജലാംശം ഉള്ളതായിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വൈൻ പുളിച്ചു പോകും. അതുകൊണ്ടാണ് ജലാംശം പാടില്ലെന്ന് പറയുന്നത്. 3 ദിവസം തുടർന്ന് നമ്മളെ ഈ വരുന്ന തുടരെയുള്ള 3 ദിവസങ്ങളിലും ഇതുപോലെ ഒരേ സമയം തുറക്കുക, ഇളക്കി കൊടുക്കുക, അടച്ച് പിന്നെയും മൂടി വയ്ക്കുക. 4-ാമത്തെ ദിവസം അത് തുറന്നതിന് ശേഷം ഇതുപോലൊരു തുണിയിൽ കൂടി ആ ബീട്രൂട്ട് വൈൻ നമ്മൾ അരിച്ചെടുക്കുക. നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും 2 ദിവസം കൂടെ ഇത് ഒന്ന് തെളിയാനായി വെച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു തുണിയിൽ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബീട്രൂട്ട് വൈൻ റെഡിയാണ് കേട്ടോ. ഇത് 3-ാമത്തെ ദിവസം ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ തൊണ്ടയൊക്കെ പൊള്ളിയാണ് അകത്തോട്ട് പോയത്. അത്രയ്ക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. നല്ല ബീട്രൂട്ട് വൈൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളപ്പം ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ന്യൂ ഇയറിനെങ്കിലും ഉണ്ടാക്കി നോക്കുക.